മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാൻ. മാറ്റങ്ങൾ പലപ്പോഴും ഒരു അത്ഭുതമായി തോന്നിയത് എങ്ങനെയാണെന്നറിയോ? പലരുടെയും മനസ്സിലെ മാറ്റങ്ങൾ കണ്ടിട്ടാണ്. യെസ്, വീണ്ടും സ്വാഗതം മധുര നാരങ്ങയിലേക്ക്. അപ്പോൾ ഇനി ഓർമ്മയിൽ സൂക്ഷിക്കാനാണ് കേൾക്കാൻ പോകുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? നമ്മൾ ഈ മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഞാൻ തൊട്ടുമുന്നെ വാദോരാതെ സംസാരിച്ചുവെങ്കിലും ചില മാറ്റങ്ങൾ നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരു നാണയത്തിന് ഇരുമുഖങ്ങൾ ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ് എന്തെടുത്താലും അതിന് രണ്ടു വശങ്ങളും ചിന്തിച്ചിരിക്കണം. നമ്മൾ ഏറെ സ്നേഹിച്ച ഒരു വ്യക്തിയുടെ പെട്ടെന്നുള്ള ചേഞ്ച് ഓവർ അല്ലെങ്കിൽ മാറ്റം നമുക്ക് അംഗീകരിക്കാൻ സാധ്യമാണോ? നെവർ. അത് അത്രയും നാൾ നമ്മുടെ തോളോട് തോൾ ചേർന്ന് കൈയിട്ട് നടന്ന, നമ്മുടെ ഉള്ളുറക്കത്തിലും കൂടെ ഉണ്ടായിരുന്ന, എന്തിനും ഏതിനും കൂടെയുള്ള ഒരു ചങ്ക് സുഹൃത്ത് അല്ലെങ്കിൽ എനിവൺ, ഒരു പാർട്ട്ണർ ആരും ആവട്ടെ, അത്രമേൽ എന്തിനും ഏതിനും ഭയങ്കരമായിട്ടിരുന്നാണ്. ഒരു ദിവസം 100 വട്ടം വിളിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, കാണുന്നു, കറങ്ങാൻ പോകുന്നു, ഇവനൊരു ചായ കുടിക്കാൻ പോലും ആ ഒരു വ്യക്തി കൂടെ ഉണ്ടാവണം. അങ്ങനെ ഒരു സൗഹൃദം, ഒരു സുപ്രഭാതം മുതൽ നമ്മളോടൊന്ന് മുഖം കറുപ്പിച്ച് എന്തെങ്കിലും സംസാരിച്ചു തുടങ്ങിയാൽ നമുക്കവിടെ ഡൗട്ട് അടിച്ചു തുടങ്ങും. ഇവന് മാറ്റങ്ങളുണ്ട്. നമ്മൾ പറയുകയും ചെയ്യും, നിനക്ക് എന്തോ വല്ലാത്ത മാറ്റം ഉണ്ടല്ലോ എന്ന്, അല്ലെ? അത് വലിയൊരു മാറ്റമാണ് കേട്ടോ. അതായത് അവര് പറയാതെ പറയുകയാണ് ഇനി നമ്മളെ അവരുടെ ലൈഫിൽ ആവശ്യമില്ല എന്നുള്ള കാര്യം. കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്യുക. അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കൂടെ ഞാൻ പറയുകയാണ്. അത്രമേൽ നമ്മൾ ചങ്കായിട്ടിരുന്നിട്ട് ഒരു സുപ്രഭാതം മുതൽ അവർ നമ്മളോട് പറയുകയാണ്, അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന ഒരു ബന്ധവും കാണിക്കാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മളോട് എന്താ പറയാ, വഴക്കിടുക, പിണങ്ങുക, നമ്മളെ ശകാരിക്കുക, നമ്മൾ പറയുന്നൊന്നും കേൾക്കാണ്ടിരിക്കുക, മുമ്പത്തെ പോലെ മെസ്സേജ് ഇല്ലാതിരിക്കുക, കോളുകൾ ഇല്ലാതിരിക്കുക, കാണലുകൾ ഇല്ലാതിരിക്കുക, യാത്രകൾ ഇല്ലാതിരിക്കുക ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളുക അവിടെ മാറ്റം വന്നിരിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സ് മാറിയിരിക്കുകയാണ്. ഒന്നുകിൽ മറ്റൊരു വ്യക്തിയിലേക്ക്, അല്ലെങ്കിൽ നമ്മളെന്ന വ്യക്തിയെ ആ വ്യക്തിക്ക് മടുത്തിരിക്കാം. അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ മതി. പക്ഷെ അപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ്, അവരുടെ മാറ്റങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളും മാറണം, അല്ലെങ്കിൽ നമ്മളും മാറണം. അവർക്ക് എങ്ങനെ മാറാൻ സാധിച്ചു അതുപോലെയാണ് നമ്മളും. ഒരു കാലത്ത് അത്രയും ആത്മാർത്ഥമായി സ്നേഹിച്ചല്ലേ രണ്ടുപേരും. പക്ഷേ ആ വ്യക്തിക്ക് മാറാൻ സാധിച്ചുവെങ്കിൽ നമുക്കും മാറാൻ സാധിച്ചിരിക്കണം, സാധിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളല്ലാതായി പോകും കേട്ടോ. അപ്പൊ ഇത് നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മധുര നാരങ്ങയിൽ ഞാൻ വിട പറയുകയാണ്. വീണ്ടും നമ്മൾ നാളെ കേട്ടുമുട്ടും. മറ്റു മനോഹരമായിട്ടുള്ള ടോപ്പിക്കും ഏറെ മനോഹരമായിട്ടുള്ള പാട്ടുകളും ഒക്കെയായി. സോ എല്ലാവർക്കും മധുരമുള്ള ഓർമ്മകൾ മാത്രം കൂട്ടുണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ RJ അരുൺ ഫ്രം റേഡിയോ ലൈം. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ. കേൾക്കൂ റേഡിയോ ലൈമിൽ മധുര നാരങ്ങ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ 7 മണി വരെ RJ അരുണിനൊപ്പം. റേഡിയോ ലൈം, UK മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ.